ഒരിക്കൽ കൂടി പമ്പയിലേക്ക് പോകുന്നു. അവിടെ ആഗോള അയ്യപ്പ സംഗമത്തിന്റെ സമാപന സമ്മേളനത്തിൽ ഇപ്പോൾ ദേവസ്വം മന്ത്രി വി എൻ വാസവൻ സംസാരിക്കുന്നു. അതിലേക്ക് തത്സമയം. അവിടെയാണ് ശബരിമലയുടെ പ്രാധാന്യം. ആഗോള തീർത്ഥാടന കേന്ദ്രമായി ഭാവിയിൽ മാറാൻ ആ ഒറ്റ സന്ദേശം മതി എന്ന് തന്നെയാണ് അദ്ദേഹം ഇവിടെ സമർത്ഥിച്ചത്. അതിന് അദ്ദേഹം വ്യത്യസ്തമായ വിശ്വാസങ്ങളുള്ള മതാധിഷ്ഠിത രൂപത്തിലുള്ള ആത്മീയ കേന്ദ്രങ്ങളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് വേണമെങ്കിൽ ആലോചിച്ചുകൂടെ എന്ന നിർദ്ദേശവും അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് വരികയുണ്ടായി. ഇപ്പോൾ തന്നെ ഇവിടെ എത്തിച്ചേരുന്ന ഭക്തജനങ്ങളോട് നിങ്ങളുടെ ജാതി ഏതാണ്, നിങ്ങളുടെ മതം ഏതാണ് എന്നാരും ചോദിക്കാറില്ല. അവിടെ നിങ്ങൾ ഷർട്ട് ധരിച്ചാണോ വരുന്നത്, ഷർട്ട് ധരിക്കാതെയാണോ വരുന്നത്, ആരും ചോദിക്കാറില്ല. ഇത്തരത്തിൽ വരുന്ന ഭക്തജനങ്ങൾക്ക് ഭഗവാനും ഭക്തനും തമ്മിലുള്ള വ്യത്യാസമില്ലാതെ അവിടെ കുടികൊള്ളുന്നത് ധർമ്മശാസ്ത്ര അല്ലെങ്കിൽ അയ്യപ്പനാണെങ്കിൽ വരുന്നവരും അയ്യപ്പനാണ്. ഇങ്ങനെയുള്ള ഒരു തീർത്ഥാടന കേന്ദ്രം ലോകത്ത് എവിടെ നിൽക്കുന്നു? ആ പ്രാധാന്യത്തിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് അർത്ഥപൂർണമായി നമുക്ക് ഇതാ മതസൗഹാർദ്ദത്തിൻ്റെ കേളീരംഗമായി ലോകത്ത് എല്ലാവർക്കും ശ്രദ്ധിക്കപ്പെടാൻ കഴിയുന്ന ഒരു തീർത്ഥാടന കേന്ദ്രമായി ഒരു വിശ്വമാനവയുടെ ഏറ്റവും വലിയ സമുന്നയ സമ്മേളനം എന്ന രൂപത്തിലേക്ക് ഈ തീർത്ഥാടന കാലഘട്ടത്തെ മാറ്റിയെടുക്കാൻ കഴിയുന്ന ഈ സംഘത്തെ ആ രൂപത്തിൽ വിപുലവും വിശാലവുമായ അർത്ഥത്തിൽ എടുക്കണമെന്ന നിർദ്ദേശമാണ് ബഹുമാനായ ടി കെ നായരുടെ ഭാഗത്തുനിന്ന് മുന്നോട്ട് വന്നത്. അദ്ദേഹം പൊതുവിൽ പ്രകടിപ്പിച്ച വികാരങ്ങളോട് പൊതുവിൽ സദസ്സർ യോജിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. നിശ്ചയമായും ഇതും കമ്മിറ്റി ചർച്ച ചെയ്യും എന്ന കാര്യം എടുത്തു സൂചിപ്പിക്കട്ടെ. ആത്യന്തികമായി സംഘാടകർക്ക് തന്നെ ആദ്യം മുതലുള്ള ലക്ഷ്യവും ഒരു ആഗോള തീർത്ഥാടന കേന്ദ്രമാക്കി ഇതിനെ മാറ്റുക എന്നുള്ളത് തന്നെയാണ്. ആ നിലയിലേക്കുള്ള പ്രായോഗിക രൂപത്തിൻ്റെ ഉള്ളടക്കങ്ങൾ കൂട്ടിച്ചേർത്താണ് അദ്ദേഹം ഇവിടെ അത് പ്രതിപാദിക്കപ്പെട്ടത്. മൂന്നാമതിവിടെ ഞങ്ങളുടെ സെക്രട്ടറി ശ്രീ രാജമാണിക്യം ക്രൗഡ് മാനേജ്മെന്റ് എന്ന രൂപത്തിൽ ടൈറ്റിൽ കൊടുത്താണ് അവതരിപ്പിച്ചതെങ്കിലും അതിൽ അവർ സൂചിപ്പിച്ച ആധുനിക കാലഘട്ടത്തിലെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സംവിധാനങ്ങളെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് വളരെ ജാഗ്രതയും സൂക്ഷ്മവുമായ നിരീക്ഷണങ്ങൾ ഉറപ്പാക്കി നമ്മുടെ ഇത്തരത്തിൽ വലിയ രൂപത്തിൽ ആൾക്കൂട്ടം ഉണ്ടാകുമ്പോൾ ആ ആൾക്കൂട്ടത്തെ ഇവിടെ ജയകുമാർ സാർ സൂചിപ്പിച്ചതുപോലെ നമുക്ക് പിൽഗ്രിം ടൂറിസത്തിന്റെ സൗമ്യഭാവത്തിൽ ആതിഥേയ സംസ്കാരത്തിലെ ഉദാത്തവുമായ മാതൃക സൃഷ്ടിച്ചുകൊണ്ട് തന്നെ അത് മാനേജ് ചെയ്യാൻ കഴിയുന്ന സാഹചര്യങ്ങളും സാധ്യമാക്കാൻ കഴിയും പ്രയോഗത്തിൽ എന്ന കാര്യം തന്നെയാണ് അതുമായി ബന്ധപ്പെട്ട് ഇവിടെ നിർദ്ദേശിക്കപ്പെട്ടത്. നിശ്ചയമായും ഈ 3 നിർദ്ദേശങ്ങൾ നമുക്ക് ഭാവിയിൽ കുറ്റമറ്റതാക്കി തീർത്ഥാടന കാലഘട്ടത്തെ മാറ്റിയെടുക്കാൻ സഹായിക്കുന്ന തരത്തിലൂടെ ഭാവനയോടെയും ആഗോള അയ്യപ്പ സംഗമത്തിന്റെ സമാപന സമ്മേളനത്തിലാണ് ഇപ്പോൾ ദേവസ്വം മന്ത്രി വി എൻ വാസവൻ സംസാരിക്കുന്നത്. ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കാൻ സർക്കാർ ശ്രമിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ആ പ്രസംഗം അവിടെ അദ്ദേഹം തുടരുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.